ഹായ് ഡിയർ, നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള ചുറ്റുപാടിൽ കൃത്യമായൊരു തീരുമാനമെടുക്കാൻ സാധിക്കാതെ, നിങ്ങളുടെ ഹൃദയം പറയുന്നത് കേൾക്കാൻ സാധിക്കാതെ നിങ്ങൾ പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താണ് തീരുമാനിക്കേണ്ടത് എന്ന്. ഓക്കെ ഡിയർ, അപ്പോൾ അവിടെ നിങ്ങൾക്കുള്ളൊരു ഗൈഡൻസ്, നിങ്ങൾക്ക് പല വേദനകളും ഉണ്ടായിരിക്കാം. അവയൊക്കെയും മറന്നുകൊണ്ട് മുന്നോട്ട് സഞ്ചരിക്കാനായിട്ട് ശ്രമിക്കുക. വളരെ സമാധാനത്തോടു കൂടിയുള്ളൊരു ലൈഫ് മുന്നിൽ പ്രതീക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് തയ്യാറാവുക. അതോടൊപ്പം തന്നെ നിങ്ങൾക്കിപ്പോൾ വളരെ ചെറിയ സാഹചര്യങ്ങളായിരിക്കാം ഉള്ളത്. അതായത് നിങ്ങൾക്ക് നിലവിലുള്ള സാഹചര്യങ്ങൾ പരിമിതമായിരിക്കാം. അതിൽ എങ്ങനെയാണ് മുന്നോട്ട് പോകാൻ സാധിക്കുക, അതിലെങ്ങനെയാണ് നിങ്ങൾക്ക് നന്നായിട്ട് വർക്ക് ചെയ്ത് അതിലെങ്ങനെയാണ് ഇമ്പ്രൂവ്മെൻറ്റ്സ് കൊണ്ടുവരാൻ സാധിക്കുക, അല്ലെങ്കിൽ ആ ഒരു ചുറ്റുപാടിൽ നിന്നുകൊണ്ട് എങ്ങനെയാണ് എഫക്റ്റീവായിട്ട് അല്ലെങ്കിൽ പ്രൊഡക്റ്റീവായിട്ട് പ്രവർത്തിക്കാൻ സാധിക്കുക, അതനുസരിച്ച് മുന്നോട്ട് പോവുക. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് അതിൽ വിജയമുണ്ടാകും. നിങ്ങൾക്ക് മുന്നോട്ട് പോകുന്തോറും അതിലൊരു സക്സസ് കാണാനായിട്ട് സാധിക്കും. അതുപോലെ നിങ്ങളുടെ ഇമോഷൻസ് ഒന്ന് ബാലൻസ് ചെയ്യുക. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ വേദനകൾ മറന്നുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് നിങ്ങൾക്ക് സാധിക്കണം. ഒപ്പം തന്നെ നിങ്ങളുടെ ഒരു ഡിവോഷണൽ ഗ്രോത്തിൻ്റെ കൂടെ ഒരു ടൈമാണ്. അതായത് ഈശ്വരനെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അത്തരത്തിൽ നമ്മുടെ ആ ഒരു മൈൻഡിനെ നമുക്ക് കാം ആക്കാനായിട്ട് സാധിക്കും. അത്തരത്തിൽ പ്രാർത്ഥനകളിലും മറ്റും എൻഗേജ്ഡ് ആയിക്കൊണ്ട് നിങ്ങളുടെ വിഷമത്തെ മറക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും എന്നുള്ള ഒരു ഗൈഡൻസ് കൂടിയുണ്ട്. അപ്പോൾ ഓക്കെ ഡിയർ, താങ്ക് യു.